കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നവീകരണ കരാറിൽ ഇപ്പോഴും അവ്യക്തത ഉണ്ടെന്ന് കോൺഗ്രസ് MLA മാർ ആരോപിക്കുകയാണ്. സർക്കാർ ഉത്തരവിനെ തുടർന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷന് സ്റ്റേഡിയം ഏൽപ്പിച്ചു എന്നതാണ് GCDA ചെയർമാൻ പറഞ്ഞത് എന്ന കാര്യമാണ് TJ വിനോദ് MLA ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഫിഫ അനുമതി ലഭിക്കാൻ എത്ര തുകയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ചെയർമാൻ പറഞ്ഞിട്ടില്ല എന്ന ആരോപണമുണ്ട്. സ്പോൺസർ പ്രഖ്യാപിച്ച 70 കോടിയെക്കുറിച്ച് GCDA ചെയർമാൻ അറിയില്ല എന്നും TJ വിനോദ് പറഞ്ഞു. ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തിയിട്ടുള്ളത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷനെയാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചെയർമാൻ വിശദീകരിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ 30-ാം തീയതിക്ക് ശേഷം സ്പോൺസർക്ക് ഒരു ക്ലെയിമും സ്റ്റേഡിയത്തിൽ ഉണ്ടാകില്ല എന്നാണ് ജനറൽ കൗൺസിൽ അദ്ദേഹം നൽകിയ ഉറപ്പ്. തുടർന്ന് അദ്ദേഹം എന്തെങ്കിലും കളിയുമായി വരികയാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളാണ് ഉയർന്നത്. എങ്ങനെ സ്പോൺസർക്ക് ഈ സ്റ്റേഡിയം നവീകരണം അതിൻ്റെ ചുമതല നൽകി, അതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ, കരാർ എവിടെ, തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉയർന്നതിനിടയിലാണ് GCDAക്ക് എതിരെ ആരോപണവുമായി ഭരണപക്ഷത്തെ MLA മാർ ഉൾപ്പെടെ രംഗത്ത് വന്നിരിക്കുന്നത്. TJ വിനോദ് MLAയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്.